നമ്മളിൽ പല പേരൻസും ടോക്സിക് പാരന്റ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. ശരിക്കും എന്താണ് ടോക്സിക് പാരന്റിംഗ് എന്ന് അറിയോ? നമ്മുടെ എന്തെങ്കിലും ഒരു ബിഹേവിയർ കൊണ്ട് കുട്ടികൾക്ക് ഫിസിക്കലോ മെന്റലോ ആയിട്ടുള്ള ഒരു ശിക്ഷയായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അത് കാരണം കുട്ടികളുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ടോക്സിക് പാരന്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണ്, കുട്ടി ഗ്ലാസ് താഴെയായിട്ട് പൊട്ടിക്കുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ബെൽറ്റ് എടുത്ത് അടിക്കുക, അല്ലെങ്കിൽ വളരെ മുഖത്തടിക്കുക, അല്ലെങ്കിൽ ഒരു ചൂരിലെടുത്ത് നല്ലോണം ശിക്ഷിക്കുക. ചെറിയ ചെറിയ കാര്യത്തിനും വലിയ വലിയ ശിക്ഷകൾ കൊടുക്കുക. അതുപോലെ തന്നെ പല ഈ മുറിവുകളും ഉണ്ടാക്കുന്നത് നമ്മൾ ഫിസിക്കൽ ഡാമേജ് അല്ല, മെന്റലായിട്ട് നമ്മൾ പറയും. ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഒരു ശിക്ഷ മാത്രമല്ല ടോക്സിക് പാരന്റിംഗ്. പല മുറിവുകളും മാനസികമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, നീ ബുദ്ധി ഇല്ലാത്തവനാണ്, നീ കഴുതയാണ്, എത്ര പ്രാവശ്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ, മറ്റോ കുട്ടിയെ നോക്കിയേ, അല്ലെങ്കിൽ നിങ്ങളുടെ കസിനെ നോക്കിയേ, അവൻ കുറച്ചുകൂടെ നല്ലോണം പഠിക്കുന്നില്ലേ, നീ ഒരു ശകുനക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വാക്കുകൾ കൊണ്ട് ഹെർട്ട് ചെയ്യുന്നതും ടോക്സിക് പാരന്റിംഗിൽ ഉൾപ്പെടുത്തുകയാണ്. അതുപോലെ കുട്ടിയുടെ എല്ലാ കാര്യത്തിലും കയറി ഇൻവോൾവ് ആവുന്നതും ഈ മൈക്രോ മാനേജ് ചെയ്യുന്നതും ഒരു ടോക്സിക് പാരന്റിംഗ് ആണ്. അല്ലെങ്കിൽ കുട്ടിയോട് പറയുവാണ്, നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നീ അത് ചെയ്യില്ലായിരുന്നു, അതുപോലെ പറഞ്ഞ് അവനെ ഗിൽറ്റ് ബേസ്ഡ് ആയിട്ട് സ്നേഹിപ്പിക്കുക, അല്ലെങ്കിൽ ഗിൽറ്റ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും ഒരു ടോക്സിക് പാരന്റിംഗ് ആണ്. ശരിക്കും നമ്മുടെ അടിമത്തമൊക്കെ നിർത്തലാക്കിയിട്ട് നൂറ്റാണ്ടുകളായി. പക്ഷെ നമ്മുടെ കൺട്രോളിലാണ് കുട്ടികളായതുകൊണ്ട് നമ്മുടെ വരുതിയിൽ വരുത്താനായിട്ട് നമ്മൾ എപ്പോഴും കുട്ടികളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളും എന്താണ്, ഒരു സ്വന്തമായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യരാണ്. ഒരു 12-13 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിയും തെറ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഫുള്ളി കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവരെ നെഗറ്റീവായിട്ട് പല രീതിയിലും ബാധിക്കും. അത് അവരുടെ സ്വഭാവത്തിലാവും, ഒരു ഭാവിയിൽ ഒരു നെഗറ്റീവ് ചിന്തയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാം, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന സമയത്ത് സന്തോഷം കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാം, കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കുട്ടിയായിട്ട് മാറാം, അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ഒരു സാഡ്നെസ് ഉള്ള ഒരു ഡിപ്രഷൻ ഉള്ള ഒരു കുട്ടിയായിട്ട് മാറാം. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടിരിക്കുക, കാരണം നമ്മളിൽ പല വ്യക്തികളും ടോക്സിക് പാരന്റ് തന്നെയാണ്.